ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് ഇന്റർനെറ്റ് മെയ്ഡ് മീ ബൈ ദിസ്. യെസ്, ഞാൻ പല ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇന്റർനെറ്റ് മെയ്ഡ് മീ ബൈ ദിസിനേക്കാളും കുറച്ചും കൂടെ അപ്രോപ്രിയേറ്റ് ഇൻഫ്ലുവൻസേഴ്സ് മെയ്ഡ് മീ ബൈ ദിസ് എന്നായിരിക്കും. സോ യെസ്, കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്, ഒരുപാടൊന്നുമില്ല. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇതിൽ 1-2-3 പ്രോഡക്ട്സ് ഒക്കെ ഞാൻ കുറച്ച് ദിവസം 2-3 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ വളരെ ഫ്രഷ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തു പഠിപ്പിച്ചതാണ്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കുറച്ച് ബ്ലഷ് ഉണ്ട്, കുറച്ച് ലിപ് ബാംസ് ഉണ്ട്, പിന്നെ കുറച്ച് അങ്ങനത്തെ അല്ലറ ചില്ലറ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫേ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ലഷ് ബ്ലഷ് ആണ് കേട്ടോ. നട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ പാക്കേജിങ്ങും ആക്ച്വലി നല്ല രസമുണ്ട്. കണ്ടോ, ഇങ്ങനത്തെ ഒരു കുഞ്ഞി പാക്കിംഗ് ആണ്. ആൻഡ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വോണ്ട് വരുന്നത്. അയ്യോ, വരുന്നില്ലല്ലോ. യെസ്, ഇങ്ങനെ കുഞ്ഞതാണ്, പക്ഷെ നല്ലൊരു ഷെയ്ഡാണ്. സോ നട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് എൻ്റെ കയ്യിലുള്ളത്. നെക്സ്റ്റ് വണ്ണം ഒരു ബ്ലഷ് തന്നെയാണ്. ഇത് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് റിവ്യൂ ചെയ്തിട്ട് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട്, അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് റീൽസിലൊക്കെ കാണായിരുന്നു. ഇത് പ്രോഷ് ബ്യൂട്ടീൻ്റെ ബ്ലഷ് ആണ് കേട്ടോ. ജ്യൂസി ജെല്ലി ടിൻറ്റ്. ഇത് ഏതോ ഒരു ബ്രാൻഡിൻ്റെ ഡ്യൂപ്പായിട്ടാണ് അവർ ഇറക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് ഭയങ്കര ഈ പേര് പറയുന്ന പോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്താൽ ഇതിനിവിടെ പുറത്തൊരു ക്യാപ്പ് ഉണ്ടായിരുന്നു, ഞാൻ എടുത്തതാണ്. ഇത് ആക്ച്വലി ജെല്ലിയാണ്. കണ്ടോ, നമുക്ക് ഏതൊക്കെയോ ഒരു പഴയ മിഠായിൻ്റെ ഒക്കെ മണം ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അയ്യോ മൂക്കിലായോ. ഇതാണ്. ഇത് ഭയങ്കര കളറുണ്ട്. കണ്ടോ, നല്ല ടിൻറ്റുള്ള ഒരു ബ്ലഷാണ്. ഇന്ന് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് ബ്ലഷ് കൂടിപ്പോയി, പിന്നെ ഞാൻ വിരിച്ച് വീഡിയോയിലല്ലേ, കുഴപ്പമില്ല. സോ ഇതാണ് നമ്മൾ അടുത്ത പ്രോഡക്റ്റ്. അതിൻ്റെ പാക്കേജിങ്ങും ഭയങ്കര രസമുണ്ട് കേട്ടോ. ഒരു ലൈറ്റ് ബേബി പിങ്ക് ഷെയ്ഡിലുള്ള ഒരു പാക്കിംഗ് ഒക്കെയാണ്. നല്ല രസമുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. അടുത്തത് ഫേസ് സ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഹൈഡ്ര മിൽക്ക് ആണ്. ഇത് ഹൈഡ്രേറ്റർ പ്ലസ് ഒരു ടോണർ ആണ്. ഞാൻ കുറേ കാലമായിട്ട് ടോണർ യൂസ് ചെയ്യുന്നില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു 1-1.5 കൊല്ലത്തിന് മുകളിലായി ഞാൻ ടോണർ യൂസ് ചെയ്യാറേ ഇല്ലായിരുന്നു. ഇടക്കാലത്ത് ഞാൻ ജ്യൂസി കെമിസ്ട്രീൻ്റെ ഒരു അലോ മിസ്റ്റ് വാങ്ങിയിരുന്നു. അത് നല്ലതായിരുന്നു കേട്ടോ. അത് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു വെള്ളം പോലെ തന്നെ തോന്നുന്ന ഒരു കൺസിസ്റ്റൻസി ആയിരുന്നു. ഇതും ശരിക്കും ഒരു ലൈറ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് വെള്ളമൊക്കെ പറഞ്ഞ് ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു മിൽക്ക് പോലെ തന്നെ ഉണ്ട്. കുറച്ച് തൂങ്ങിപ്പോയിരുന്നു നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ. പക്ഷേ ഓൾമോസ്റ്റ് എനിക്ക് ഇവിടെ വരെയുള്ള പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഇത് ഓൾ സ്കിൻ ടൈപ്പ് ആണ് അവർ പറയുന്നത്. 98 ml ഉണ്ട്. നല്ല പ്രൊഡക്റ്റാണ്. ഇതിൻ്റെയും പാക്കേജിംഗ് ഒക്കെ ഒരു രസമുണ്ട്. ഇതിന് ഒരു ഔട്ടർ പാക്കേജിംഗ് ഉണ്ടായിരുന്നു, അത് ചതുങ്ങിപ്പോയി. അപ്പം ഇതാണ് വേറൊരു ഇൻഫ്ലുവൻസേഴ്സ് മെയ്ഡ് ബി ബൈ ദിസ് ലിസ്റ്റിലുള്ള വേറൊരു പ്രൊഡക്റ്റ്. അടുത്തത് ഫോക്സ് ടെയിൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് നറിഷിംഗ് മോയ്സ്ചറൈസർ ആണ്. നിയാസിനമൈഡ് ഉണ്ട്, ഹൈലറോണിക് ആസിഡ് ഉണ്ട്, കോക്കം ബട്ടർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഓൾ സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. 50 ml ആണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് വന്നത്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഫോക്സ് ടെയിൽ എഗെയിൻ ഇപ്പം റീസെൻ്റ്ലി ഒരുപാട് നല്ല പ്രൊഡക്ട്സ് ഇറക്കുന്ന ഒരു ബ്രാൻഡാണ്. എൻ്റെ കയ്യിൽ 1-2 പ്രൊഡക്ട്സ് ഫോക്സ് ടെയിലിൻ്റെ വേറെ ഉണ്ട്. ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അത് ഞാൻ പറയാം. അവരുടെ ഒരു ആക്നി കറക്റ്റർ ജെൽ, അത് ഞാൻ റീപർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഇതാണ്. ഇത് ഞാൻ യൂസ് ചെയ്തു. ഇത് വളരെ തിന്നായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് നേരം ഇട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് സ്കിന്നിലേക്ക് ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് നല്ലൊരു ലാവൻഡർ കളർ പാക്കേജ് കാണും. ഇനി എൻ്റെ കയ്യിൽ 3 ലിപ് ബാംസ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഹൈഫൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിനെയാണ്. എഗെയിൻ ഹൈഫൻ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് റീസെൻ്റ്ലി ഭയങ്കര നല്ല റിവ്യൂസ് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഞാൻ വേറെ കുറേ പ്രൊഡക്ട്സ് അതിൻ്റെ അത് കാർട്ടിലിട്ടിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് വാങ്ങി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ലിപ് ബാം, അല്ലെങ്കിൽ ലിപ് ബാമിൻ്റെ ട്യൂബ് എന്ന് പറയുന്നത്. ഇത് എൻ്റെ കയ്യിൽ ലെനേജിൻ്റെ ഒരു ലിപ് ബാം ഉണ്ടായിരുന്നു. അതിന് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ്. മറ്റേത് കുറച്ചുകൂടി തടിയുണ്ട്, ഇത് കുറച്ചും കൂടി സ്ലിം ആണ്. പക്ഷെ എനിക്ക് അറിയില്ല കേട്ടോ, ഇതിലൊക്കെ 10 gram ആണുള്ളത്. എത്ര കാലം നിൽക്കുന്നൊന്നും എനിക്ക് അറിയില്ല. ഞാനാണെങ്കിൽ ഇപ്പോൾ 2-3-4 നേരമൊക്കെ ആയിട്ട് ലിപ് ബാംസ് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചെണ്ണം വാങ്ങിയത്, എന്തായാലും വെറുതെ പോയില്ല എന്ന് വിചാരിച്ചിട്ട്. ഇത് ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ. ഇതിനങ്ങനെ കളറൊന്നുമില്ല. വളരെ നല്ല അല്ല, ഇത് ട്രാൻസ്പെറൻ്റ് അല്ല, സോറി. ഇതൊരു പിങ്ക് കളറുള്ളതാണ്. പ്രോപ്പർ ഒരു പിങ്ക് കളറ് കാണുമെന്ന് എനിക്കറിയില്ല. കണ്ടോ, ഈ ഒരു പിങ്ക് കളറുള്ളതാണ്. ഇട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ ചുണ്ടിലാക്കുമ്പോഴത്തേക്ക് അതങ്ങോട്ട് പോകുന്നുണ്ട്. സോ ഇതാണ് ഫസ്റ്റ് ഒരു ലിപ് ബാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലഷ് ലിപ്സ് ആണ്, കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ. ഇതും ഇതേപോലെ എനിക്ക് തോന്നുന്നു മനസ്വനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ഒരുപാട് വീഡിയോസിൽ നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. എനിക്ക് ഓർമ്മയില്ല കേട്ടോ ആളെന്നെയാണോ എന്ന്. ഞാനിപ്പം റീസെൻ്റ്ലി കാണുന്ന കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസ് വെച്ചിട്ടാണ് ഞാൻ ഈ പ്രൊഡക്ട്സ് ഒക്കെ പിക്ക് ചെയ്തത്. പിന്നെ കുറച്ച് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് എല്ലാം നല്ല റേറ്റിംഗ് ഉള്ള പ്രൊഡക്ട്സ് ആയിരുന്നു. ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടും നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. സോ ഇത് ലഷ് ലിപ്സ് എന്നാണ് ഇതിൻ്റെ പേര്. ആൻഡ് ഇത് ഭയങ്കര ഒരു എന്താ പറയുക, ഗ്രേപ്പ് വൈൻ കളറാണ്. ഈ ഒരു കളർ പോലെ തന്നെ ഒരു കളറാണ്. ഇത് ഞാൻ 2-3 ദിവസമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാനിങ്ങനെ ഇട്ട് കാണിച്ച് തീർക്കണോ. ഇതാണ് ഇതിൻ്റെ ഒരു കളർ. ഈ ഒരു കളർ ഉണ്ട്. തേർഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് സിംപ്ലി നം എന്ന് പറഞ്ഞിട്ടുള്ള നമ്രത സോണി എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ബ്രാൻഡിലെ സ്വീറ്റ് കിസ്സസ് ഹൈഡ്രേറ്റിംഗ് ലിപ് ബാം ആണ്. ഇതും നല്ല റിവ്യൂസ് ഉണ്ട് ഈ ലിപ് ബാമിന്.
ഇതിൻ്റെ പാക്കേജിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ഒരു ഒരു അടിപൊളി പാക്കിങ്. ഇത് പക്ഷേ ട്രാൻസ്പെറൻ്റ് ആണ്, ഇതിനങ്ങനെ വേറെ ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ലിപ് ബാം. എഗെയിൻ ഇതും നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ലിപ് ബാം ആണ്. ഇത് 3 ലിപ് ബാംസ് ഞാൻ യൂസ് ചെയ്ത് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടുത്തത് ഫോക്സ് ടെയിലിൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആക്നി സ്പോട്ട് കറക്റ്റർ ജെല്ലാണ്. ഇതിൻ്റെ വലിയ ട്യൂബ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം അത് തീരാനായപ്പോൾ ഞാൻ ഒരെണ്ണം റീപർച്ചേസ് ചെയ്തതാണ്. ഇതും ഞാൻ ആദ്യം വാങ്ങുന്നത് ഏതോ ഒരു ഇൻഫ്ലുവൻസർ വീഡിയോ കണ്ടിട്ടാണ്, ആരുതാന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇതാണ് സംഭവം. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പറയാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കുരു ഇങ്ങനെ പോപ്പ് ചെയ്ത് വരുന്നുണ്ട് വെച്ചാൽ ഒന്ന് ഫേസ് ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം ഇത് തേച്ചിട്ട് കിടന്നാൽ ഒരു 2 ഡേയ്സിനുള്ളിൽ ആ കുരു കരിഞ്ഞു പോകും. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് എന്തൊക്കെയോ ആസിഡ്സും AHAയും BHA ഒക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്തായാലും നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ്, എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫോർ ഓൾ സ്കിൻ ടൈപ്സ് എന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പം ഇങ്ങനെ നെറ്റിയിൽ ഇവിടെയൊക്കെ കുരുവൊക്കെ വരുന്നവരുണ്ടാവില്ല, അപ്പം ജസ്റ്റ് ഒരു സ്പോട്ട് ആ ഒരു കവർ ചെയ്യാനുള്ള അത്രയും മതി, ഒരുപാടൊന്നും വേണ്ട. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇത് മുൾ ആണോ എന്ന് എനിക്കറിയില്ല. ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കിൻ ഹൈഡ്രേറ്റ് കെയർ ഫേസ് മാസ്ക് ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിന്റെ പാക്കേജിങ് കൂടെ കണ്ടിട്ട് വാങ്ങിയതാണ്. ഇതെനിക്ക് തോന്നുന്നു ഞാൻ മൃദുലിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഇത് കാർട്ടിലിട്ടിട്ടുണ്ടായിരുന്നത്. സോ മൾ സീക്രറ്റ്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ. 100 ml ഉണ്ട് പ്രോഡക്റ്റ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ യൂസ് ചെയ്യുമ്പം കാണിച്ചു തരുന്നതായിട്ട് കണ്ടു. ഈ ഒരു പിങ്ക് കളറുള്ള മാസ്ക് ആണ്. അപ്പോൾ ആ ഒരു മാസ്കിന്റെ കളറും കൂടെ കണ്ടിട്ട് ആണ് വാങ്ങിയത്. പിന്നെ നോക്കിയപ്പം ഹൈഡ്രേറ്റ് ചെയ്യും എന്നൊക്കെ കണ്ടു, അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. ഇതിനകത്തും അലോ ഉണ്ട്, ഹൈലറോണിക് ആസിഡ് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സോൾഫ്ലവർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ടീ ട്രീ ഹെയർ ഓയിൽ ആണ്. ഇതും ഞാൻ കുറേ കാലം മുന്നേ കാർട്ടിലിട്ട് വെച്ചതാണ് ആ ഒരു വീഡിയോ കണ്ടിട്ട്. സോ യെസ്, ഇത് ഡാൻഡ്രഫിനും ഇച്ചി സ്കാൽപ്പിനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം അത്യാവശ്യം നല്ലോണം ഡാൻഡ്രഫ് ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല, അപ്പോൾ കണ്ടോ അതുപോലെ തന്നെയാണുള്ളത്, വന്ന പോലെ തന്നെയാണുള്ളത്. സോ ഇതാണ് നമ്മളെ അടുത്ത പ്രോഡക്റ്റ്. ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മളെ മസ്കാരയാണ്. ഇത് മേബലിൻ്റെ ഫാൾസീസ് ലാഷ് ലിഫ്റ്റ് മസ്കാരയാണ്. ഞാൻ കുറേ കാലമായിട്ട് ലോറിയലിൻ്റെ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ മേബലിൻ്റെ ഒരെണ്ണം ഉണ്ട്. അപ്പം കുറച്ച് കാലമായി മസ്കാരയൊക്കെ വാങ്ങിയിട്ട്, അപ്പം ഞാൻ വിളിച്ച് ഒരെണ്ണം വാങ്ങി നോക്കാമെന്ന്. ഇതും കുറേ നല്ല റിവ്യൂസ് കണ്ടിട്ട് വാങ്ങിയതാണ്. സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എനിക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഒക്കെ ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.